ആട്ടുങ്കലിൽ സ്വർണ്ണ കവർച്ചാ കേസിൽ പരാതിക്കാരനായ ശിവേഷിനെയും സഹോദരൻ ബെൻസിനെയും മഞ്ചേരി പോലീസ് പിടികൂടി. സ്വർണ്ണ കച്ചവടക്കാരനെ ആക്രമിച്ച് 75 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ ഇവരുടെ സഹായമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. കവർച്ച ചെയ്യപ്പെട്ട മുഴുവൻ സ്വർണവും ബെൻസിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, എങ്ങനെയാണ് ഈ പരാതിക്കാരൻ തന്നെ പ്രതിയാകുന്ന ഒരു സാഹചര്യം? ഇന്നലെ രാത്രിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ശിവേഷ് ഈ ജ്വല്ലറിയിലെ ഒരു ജീവനക്കാരനാണ്, ആഭരണ നിർമ്മാണം നടത്തുന്ന ആൾ കൂടിയാണ്. അപ്പോൾ രണ്ടുപേർ, ഈ ജ്വല്ലറിയിലുള്ള മറ്റൊരാൾ കൂടി, ഇവർ ഒരുമിച്ച് ബൈക്കിൽ ഈ സ്വർണവുമായി പോവുകയായിരുന്നു. മറ്റൊരു ബൈക്കിലെത്തിയ സംഘം ഈ സ്വർണം ഇവരിൽ നിന്നും തട്ടിയെടുത്ത് കൊണ്ടുപോയി എന്നായിരുന്നു പരാതി. ഈ പരാതിയുമായിട്ട് ആദ്യം പോലീസിനെ സമീപിച്ച് ശിവേഷ് തന്നെയാണ്. പക്ഷേ പോലീസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ അവിടെ നിന്നൊരു മൊബൈൽ ഫോൺ ദൃശ്യം ലഭിക്കുകയും അതിൽ ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് ആണ് ആ ബൈക്കിൽ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുകയും അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സ്വർണം കവർന്നത് ശിവേഷിൻ്റെ അറിവോടെ തന്നെയാണ്, അത് ശിവേഷിൻ്റെ സുഹൃത്താണെന്ന് പോലീസ് മനസ്സിലാക്കുകയും രാത്രി തന്നെ അവരെ പിടികൂടുകയും ആ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു. ഇതിൽ ശിവേഷിന് സാമ്പത്തിക ബാധ്യതകൾ കുറേയുണ്ട്. അതിൻ്റെ കാരണത്താലാണ് ഇത്തരത്തിലൊരു നാടകം അല്ലെങ്കിൽ ഒരു മോഷണ ശ്രമം നടത്തിയത് എന്നൊക്കെയാണ് പ്രാഥമികമായിട്ട് അറിയുന്നത്. എന്താണെങ്കിൽ ഇന്ന് 12 മണിക്ക് മലപ്പുറം SP മഞ്ചേരിയിൽ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ കേസിൻ്റെ എല്ലാ വിശദാംശങ്ങളും അതിൽ പങ്കുവയ്ക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരൊരു ശ്രമം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടികൂടാൻ സാധിച്ചു, സ്വർണവും കണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതാണ് വൈകുന്നേരം 6 മണി, ഒരു 8 മണിയോടുണ്ടായ സംഭവത്തിൽ രാത്രിയോടെ ഈ നടപടിക്രമങ്ങൾ പോലീസിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞതും കേസ് വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞതും എന്താണെങ്കിലും ആശ്വാസകരമാവുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആര്യ, തീർച്ചയായും CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്.